കണ്ടിട്ട് ഒരു തൃപ്തി വരുന്നില്ല കണ്ടിട്ട്. സൂപ്പറോട് ഒരു രക്ഷയില്ല, പൊളി, അടിപൊളി, ത്രില്ലിങ്, സൂപ്പർ. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവല്, ഒന്നും പറയാനില്ല. സൂപ്പറോ, ക്രൈം ത്രില്ലറാണ്, സൂപ്പർ. ആ എന്നാലും സൂപ്പർ പടമാണ്, എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ പടം, സൂപ്പർ. ആസിഫിക്ക വേറെ ലെവല്, ഒന്നും പറയാനില്ല. നല്ല സിനിമയാണ്, അത്രയും അങ്ങനെയല്ല, പക്ഷെ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. ബാക്കിയുള്ള സിനിമകൾ കാണുന്ന പോലത്തെ ഒരു സ്പീഡായിട്ടുള്ള ഒരു പോക്കില്ല, പക്ഷെ നല്ല സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. ആസിഫലി നന്നായിട്ട് ചെയ്തിട്ടാണ്. പുള്ളി ഓരോ സിനിമ കാണുമ്പോഴും പുള്ളിയോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കും. അതെ, കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. കുറച്ച് സ്ലോ ഉണ്ട് സെക്കൻഡ് ഹാഫില്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കൊള്ളാം. നമ്മള് വിചാരിച്ച ട്വിസ്റ്റ് ഇല്ല. നല്ല അടിപൊളിയായിട്ട് മമ്മൂട്ടിയാണ് എടുത്തു പറയേണ്ടത്. മമ്മൂട്ടിയുടെ റെഫറൻസ് മമ്മൂട്ടി ഫാൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഒരുപാട് നന്നായിട്ടുണ്ട്, നല്ല പടം, നല്ല പടം. ക്ലൈമാക്സ് എല്ലാം നന്നായിട്ടുണ്ട്, നല്ല സിനിമ. അല്ല കൊള്ളാം, നല്ല സിനിമ. ടെക്നിക്കലി അടിപൊളിയായിട്ടുണ്ട്. ത്രൂ ഔട്ട് ത്രില്ലിംഗ് ആണ്, ടെക്നിക്കലി ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സിനിമ. അല്ല അല്ല, ത്രില്ലിംഗ് തന്നെയാ, ഫുൾ ടൈം ത്രില്ലിംഗ് ആയിട്ട് തന്നെയാ പോകുന്നത്. അല്ല, ഫാൻസിന് അങ്ങനെ ആഘോഷിക്കാനും മാത്രമുള്ള ഒന്നുമില്ല, പക്ഷെ നല്ല അടിപൊളി പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആദ്യമേയൊക്കെ ഒരു ബോറ് തോന്നി, പിന്നെ മമ്മൂക്കയുടെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഒരു ആവേശം തോന്നി തിയേറ്ററിനകത്ത്. മമ്മൂക്കയുടെ കുറിച്ച് ആ ഒരു എന്താ കാതോടുകാര സിനിമയുടെ കുറെ ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആവേശമായി. പക്ഷേ ഈ സിനിമയ്ക്ക് വലിയൊരു ത്രില്ലിങ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ക്രൈം കാണിക്കുന്നുണ്ട്, പക്ഷെ ഒരു സസ്പെൻസ് ആയിട്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഒരു ചെറിയൊരു നെഗറ്റീവ് പോലൊക്കെ തോന്നി. പിന്നെ ചെറിയ സമയത്തൊക്കെ ഒരു എന്താ പറയുക, കില്ലർ ഒരു ഇതാകുന്നില്ല, കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് ഏറ്റവും തകർത്തത് മമ്മൂക്കയുടെ ഒരു ഇതുണ്ട്. പിന്നെ അതിന് ആസിഫിൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സാധാരണ ആസിഫ് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ അതിനകത്ത് ജഗദീഷ് ഉണ്ട്. എല്ലാം ഒരു നല്ലൊരു, പക്ഷെ ഒരു ത്രില്ലിങ്ങിലേക്ക് ഒരു പടം വന്ന് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. രണ്ട് പടം ഒരു ഫേക്ക് ഐഡന്റിറ്റിയും ഇത് ഒരു എന്താ പറയാ ക്രൈമായിട്ട് വന്നു, പക്ഷെ ഒരു ത്രില്ലിംഗ് കണ്ടിട്ടില്ല, ഒരു തൃപ്തി വരുന്നില്ല കണ്ടിട്ട്. ഒരു എന്താ പറയാ പ്രേക്ഷകരെ അങ്ങോട്ട് പിടിച്ചിരുത്തുന്നില്ല. പക്ഷെ ആസിഫ് അലി അതിനകത്ത് അതുപോലെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആസിഫ് അലിയുടെ അഭിനയമൊക്കെ. പക്ഷെ എന്താണ് പറയുക, ഒരു ക്രൈമിങ്ങിന്റെ ഒരു ഇത് കാണിക്കുന്നത്, ത്രില്ലിംഗ് ഇല്ല, സസ്പെൻസ് വരുന്നില്ല ഇതിനകത്ത്. സാധാരണ എന്തൊക്കെ കാണിച്ചു പോകുന്നു, നമ്മൾ സാധാരണ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് ഈ ആളാണ് മലയാളി എന്നൊക്കെ ഒരു അങ്ങനെ ഒരു ഇത് വരുന്നില്ല ഇതിനകത്ത്. സാധാരണ ഒരു സിനിമ പോലെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര അഴിച്ചില്ല. പിന്നെ ഇത് മമ്മൂക്കാണ്ട് ഉള്ള ഇത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ആവേശമായിരുന്നു സ്ക്രീനിൽ വന്നപ്പോൾ. അതെ, എനിക്ക് പറയുള്ളൂ. ബാക്കി പ്രേക്ഷകർ തിയേറ്ററിൽ വന്നിട്ട് തീരുമാനിക്കട്ടെ. ഒരു ത്രില്ലർ പടം ഇല്ല